അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു ട്രാൻസാക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് അതിൽ ഉൾപ്പെടുന്ന അക്കൗണ്ടുകൾ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്നതിനും അതല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കുകൾ തയ്യാറാക്കുന്നതിനും അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് പ്രധാനമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നാം ഈ ചെയ്ത ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ട് നാം തയ്യാറാക്കിയിട്ടുള്ള ഈ ജേണലിലും ലെഡ്ജറിലേക്ക് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു വ്യാപാര സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ബാങ്കിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബുക്കിൽ എഴുതുന്ന 2, 3, അല്ലെങ്കിൽ 8, 10 ട്രാൻസാക്ഷൻ അല്ല, ഒരുപാട് ട്രാൻസാക്ഷനുകൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ജേണൽ എൻട്രിയോ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കുകളോ ഉണ്ട്. ഇത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തിൻ്റെ അവസാനമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആവുന്ന സമയത്ത് ധാരാളം ഇടപാടുകളുണ്ട്. ഇതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നാം തയ്യാറാക്കിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തിയതെല്ലാം കൃത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് നാം തയ്യാറാക്കിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് അതിന് കൃത്യത, കണക്കുകളിലുള്ള കൃത്യത നമ്മൾ അറിയുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എത്ര രൂപയാണോ ഡെബിറ്റ് ചെയ്തത് അതേ എമൗണ്ട് ക്രെഡിറ്റും ചെയ്തിരിക്കും. ഇങ്ങനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണ് എഴുതിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളുടെ ബാലൻസും ക്രെഡിറ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളുടെ ബാലൻസും എടുത്ത്, അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടിലെ ബാലൻസുകളും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുല്യമായിരിക്കും. ചില അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസുകളായിരിക്കും ഉണ്ടാകുക. ഉദാഹരണത്തിന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസാണ് ഉണ്ടാവുക. അതേപോലെ അസറ്റ് അക്കൗണ്ടുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ബാലൻസുകളാണ് ഉണ്ടായിരിക്കുക. മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഇതിനൊക്കെ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ബാലൻസുകളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ എക്സ്പെൻസുകൾ, സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ലയബിലിറ്റികൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ലോൺസ് എടുത്തത്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ലയബിലിറ്റികൾ, ക്യാപിറ്റൽ, അതേപോലെ ഇൻകം, റെൻ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, സെയിൽസ്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസുമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണ്, തെറ്റുകളൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡെബിറ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസിൻ്റെ ടോട്ടൽ എടുത്താൽ അതിന് തുല്യമായിരിക്കും അത് ക്രെഡിറ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ്. ഇങ്ങനെ ഇത് കൃത്യത അറിയാൻ വേണ്ടി നാം തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ്. ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. എന്തുണ്ടാവും? ഒന്നുകിൽ ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ഇത് രണ്ടാമതൊന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ബാലൻസുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ടോട്ടൽ ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. ഒരു ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് അല്ലെങ്കിൽ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ എടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഒരു നിശ്ചിത തീയതിയിലാണ് തയ്യാറാക്കുക. എന്തിനാണ്? ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ അക്യുറസി. അതിൻ്റെ നമ്മൾ രേഖപ്പെടുത്തിയുള്ള കണക്കുകളുടെ കൃത്യത ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ്. ഇതിൽ കെപ്റ്റ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകളിലെ കണക്കുകളുടെ കൃത്യത പരിശോധിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ കണക്കുകളിലെ കൃത്യത അറിയുന്നതിന് വേണ്ടി നാം തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ് അതിന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ദി ട്രയൽ ബാലൻസ് പറയുന്നത്.
ഒന്നാമത്തെ പറയുന്നത് ഇത് തന്നെയാണ്, ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളിലെ കണക്കുകളുടെ കൃത്യത പരിശോധിക്കാൻ വേണ്ടി, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. എ ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി, അത് സെൻറ്റൻസ് ഇതിൽ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ട്രയൽ ബാലൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൃത്യത ഉറപ്പുവരുത്താൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തുല്യമാണ് എങ്കിൽ നമ്മൾ കണക്കുകൾ എല്ലാം കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒന്നാമത്തെ പോയിന്റിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും തുല്യമാണ് എങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് അനുമാനിക്കാം, നമ്മൾ ചെയ്തിരിക്കുന്ന കണക്കുകളെല്ലാം കൃത്യമാണ് എന്ന് നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ടുമല്ല, അതല്ലാത്ത ഇതിന് ബാധിക്കാത്ത തെറ്റുകളുണ്ട് എങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് ദി എറേഴ്സ് എന്നാണ്. അതായത് ഈ ട്രയൽ ബാലൻസ് ടാലി ആവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ തുല്യമാവുന്നില്ല എങ്കിൽ അത് അർത്ഥമാക്കുന്നത് എവിടെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ തെറ്റുകൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് നമുക്ക് ഈ ട്രയൽ ബാലൻസിലൂടെ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന സമയത്ത് വിവിധ അക്കൗണ്ടുകളിൽ ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ട്രയൽ ബാലൻസിൽ ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടിലെയും ബാലൻസുകൾ ഉണ്ടായിരിക്കും. ഈ ബാലൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, നമ്മൾ അക്കൗണ്ടുകളുടെ ബാലൻസ് എഴുതിക്കൊണ്ടാണ് എന്ത് തയ്യാറാക്കുക, എല്ലാ അക്കൗണ്ടിലും ബാലൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഈ എല്ലാ സംഭവങ്ങളും നമുക്ക് ഏതിൽ നിന്ന് ലഭിക്കും, എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമുക്ക് ട്രയൽ ബാലൻസ് ലഭിക്കും. അതുകൊണ്ട് ഇത് ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ 3 ലക്ഷ്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് ടാലിയാണ് എങ്കിൽ നമ്മൾ ചെയ്ത കണക്കുകളെല്ലാം കൃത്യമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. സെക്കൻഡ് വൺ, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കും. ട്രയൽ ബാലൻസ് തുല്യമല്ല എങ്കിൽ, ടാലി ആവുന്നില്ല എങ്കിൽ അതിനർത്ഥം എവിടെയോ നമ്മൾ രേഖപ്പെടുത്തിയതിൽ തെറ്റുകളുണ്ട് എന്നാണ്. ആ തെറ്റുകൾ കണ്ടെത്തി തിരുത്താൻ നമ്മൾ സഹായിക്കുന്നുണ്ട്, ട്രയൽ ബാലൻസ് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ ആവശ്യമായുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമുക്ക് ട്രയൽ ബാലൻസ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ നമ്മുടെ ട്രയൽ ബാലൻസ് സഹായിക്കുന്നുണ്ട്. ഇനി ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് 3 രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ടോട്ടൽ മെത്തേഡ്, ബാലൻസ് മെത്തേഡ്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ഇതിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാലൻസ് മെത്തേഡാണ് പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രയൽ ബാലൻസ് തയ്യാറാക്കാനുള്ള മെത്തേഡ്. മറ്റ് മെത്തേഡുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് 3ഉം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് പറയാം. ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാലൻസ് മെത്തേഡ് അനുസരിച്ച് തയ്യാറാക്കാനാണ്. അതിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ലെഡ്ജറിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ട് പറയാം. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ജേണലുമാണ്, ലെഡ്ജറുമാണല്ലോ. അപ്പോൾ അതൊരു ലെഡ്ജറായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ ടോട്ടൽ മെത്തേഡ് ആണെങ്കിൽ ആ ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടോട്ടലും കാണും, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലും കാണും. ഇപ്പോൾ ട്രയൽ ബാലൻസിന് 3 കോളങ്ങളാണല്ലോ ഉള്ളത്. ഒരു പർട്ടിക്കുലേഴ്സ് കോളവും, ഒരു ഡെബിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളവും, ഒരു ക്രെഡിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളവും. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതും ആദ്യം ക്യാഷ് അക്കൗണ്ട്, എന്നിട്ട് ഡെബിറ്റ് കോളത്തിൽ ഡെബിറ്റ് സൈഡിന് ടോട്ടലും എഴുതിയേക്കും, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിന് ടോട്ടലും എഴുതി വെക്കും. ഇതേപോലെ എല്ലാ ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് കോളത്തിലും എഴുതി വെക്കുന്ന രീതിയാണ് ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ള മെത്തേഡ് ഇതാണ്. എക്സാമിന് അധികവും എന്തെങ്കിലും ചോദിക്കുന്നതും ഈ മെത്തേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്.
ബാലൻസ് മെത്തേഡിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ എല്ലാ ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് മാത്രമേ ഇതിലേക്ക് എടുത്തെഴുതുകയുള്ളൂ, ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്യാഷിൽ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് ആദ്യത്തെ കോളത്തിലാണ് എടുത്തെഴുതുക. ഇനി ഇങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് മാത്രം അത് ഡെബിറ്റ് ബാലൻസിലെ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് ക്രെഡിറ്റ് കോളത്തിലും എഴുതിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഏത് മെത്തേഡ്? ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡെബിറ്റ് കോളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇനങ്ങളെന്ന് പറയുന്നത് അസറ്റും എക്സ്പെൻസുകളുമാണ്. എന്ത് ബാലൻസ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ബിൽഡിങ്, ഫർണിച്ചർ, ലാൻഡ്, മെഷീനറി, ക്യാഷ്, ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവം. അതേപോലെ നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും സംഖ്യകളുണ്ടെങ്കിൽ അതും അസറ്റ് തന്നെയാണ്, ഈ അസറ്റുകളൊക്കെ. അതേപോലെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? സാലറി, വേജസ്, പർച്ചേസ്, പിന്നെ റെൻറ്റ്, റിപ്പയറിങ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ചിലവുകൾ, ഇതാണല്ലോ എക്സ്പെൻസ്. ഈ രണ്ട് സംഭവങ്ങളുടെ ബാക്കൊക്കെ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ സംഖ്യകളൊക്കെ എഴുതുക ഡെബിറ്റ് കോളത്തിലാണ്. ഇനി അതേപോലെ ക്രെഡിറ്റ് കോളത്തിൽ വരുന്നത്, ക്രെഡിറ്റ് ബാലൻസിൽ വരുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ നോർമൽ കേസിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓർത്തുക, ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ബാലൻസും ആയിരിക്കും. ഇനി പിന്നെ വരുന്ന ലയബിലിറ്റീസാണ്. ലയബിലിറ്റീസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബാങ്ക് ലോണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറയും. സാലറിയോ റെൻറ്റോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും ലയബിലിറ്റി തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ലയബിലിറ്റികളാണ്. ഇതിനൊക്കെ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പിന്നീട് വരുന്നത് ഇൻകങ്ങൾക്കാണ്. ഇൻകം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഇൻകമാണ് സെയിൽസ്. ഇതല്ലാതെ വരുന്ന ഇൻകങ്ങൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയ ഇനങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്താണ്? ഇൻകങ്ങളാണ്. ഇതിനൊക്കെ എന്ത് ബാലൻസുമായിരിക്കും? ക്രെഡിറ്റ് ബാലൻസുമായിരിക്കും. ഇത് ആ കോളത്തിലും തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഏത് മെത്തേഡ് തയ്യാറാക്കുന്നത്? ബാലൻസ് മെത്തേഡിൽ നമുക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. പിന്നെ മൂന്നാമത്തതാണ് ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. മുകളിൽ പറഞ്ഞ ഈ രണ്ട് രീതിയും കൂടെ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ടോട്ടൽ കം ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 4 എമൗണ്ട് കോളങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഒന്നാമത്തെ രീതിയിൽ പറഞ്ഞ ടോട്ടൽ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും എന്ന് 2 കോളവും, പിന്നെ രണ്ടാമത്തെ രീതിയിൽ പറഞ്ഞിട്ടുള്ള ബാലൻസ് ചെയ്തതിനുള്ള ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളവും, ഇങ്ങനെ 4 എമൗണ്ട് കോളം രണ്ടും കൂടെ ചേർത്ത് തയ്യാറാക്കുന്നത്. അതായത് മുകളിൽ പറഞ്ഞ ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും കൂടെ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഇത് ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ഇനി ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന എറേഴ്സിനെ കുറിച്ചാണ്. അതിൻ്റെ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും 4 വിഭാഗത്തിലാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ക്ലറിക്കൽ എറേഴ്സാണ് ഈ എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരുന്നത്. അതായത് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റുക, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തെറ്റുക, പിന്നെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റുക, അത് ട്രയൽ ബാലൻസിലേക്ക് എടുത്തതിന് സമയത്ത്, ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാവുന്ന തെറ്റുകൾ. അപ്പോൾ നിങ്ങൾ തന്നെ പലരും ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് 20,000 എന്ന് എഴുതുമ്പോൾ കാണാൻ 2,000 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ നമുക്ക് ചിലപ്പോഴും സംഖ്യകൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും. ഈ രീതിയിലൊക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ. അപ്പോൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റും, ബാലൻസ് കണ്ടെത്തുന്ന സമയത്ത് തെറ്റും. ഇതേപോലെ നമ്മൾ ക്ലറിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന തെറ്റുകളാണ് ഇതിൽ അർത്ഥമാക്കുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്നുള്ളതിൽ അർത്ഥമാക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇത് ക്ലറിക്കലായുള്ള എറേഴ്സാണ്. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റുക, ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റുക, എമൗണ്ട് മാറി എഴുതുക, അതേപോലെ തന്നെ പിന്നെ ഒരാൾക്ക് എഴുതാനുള്ളത് മറ്റൊരാൾക്ക് എഴുതിയിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് മനോജിൻ്റെ അക്കൗണ്ടിലേക്കുള്ള സംഖ്യയായിരുന്നു, അത് മഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എഴുതി. ഇതേപോലെ മാറി എഴുതുക. ഇങ്ങനെ നമുക്ക് ഒരു മനുഷ്യൻ നിലക്ക് സംഭവിക്കാവുന്ന തെറ്റുകൾ, അതാണ് അധികം ഇതിൽ ക്ലറിക്കലായിട്ട് വരുന്ന തെറ്റുകളാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്നുള്ളതിൽ വരുന്നത്.
ഇനി രണ്ടാമത്തേതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. നമ്മൾ എന്തെങ്കിലും രേഖപ്പെടുത്താൻ വിട്ടുപോകുന്നത്. നമ്മൾ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രി എഴുതുന്ന സമയത്തോ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴോ ലെഡ്ജറിൽ നിന്ന് ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുമ്പോഴോ ഏതെങ്കിലും ഒരു സമയത്ത് വിട്ടു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒമിഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷനും എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷനും. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ തന്നെ രേഖപ്പെടുത്താൻ വിട്ടു പോവുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഒമിഷനാണ്. അത് ഡെബിറ്റ് എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല, ക്രെഡിറ്റ് എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇത് കണ്ടെത്താൻ പ്രയാസവുമായിരിക്കും. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതാണ് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിന് ബാധിക്കില്ല, അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഇനി അടുത്ത് പറയുന്നത് എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷനാണ്, ഭാഗികമായിട്ട് വിട്ടുപോകുന്നത്. നമ്മൾ ജേണൽ എൻട്രി എഴുതി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് തയ്യാറാക്കി അവിടെ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടു പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് വന്നിട്ടുണ്ടാവും, ഒരു ആസ്പെക്റ്റ് വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ എന്നാണ്. അത് ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ എഴുതിച്ച് മോഹൻ എന്നൊക്കെ എഴുതി സംഖ്യയൊക്കെ എഴുതി വെച്ചു. അപ്പോൾ ക്യാഷിൻ്റെ അക്കൗണ്ടിൽ സംഭവം റെഡിയാണ്. പക്ഷേ അത് ക്യാഷ് ബുക്കിൽ നിന്ന് മോഹൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഭാഗം മാത്രം, ഒരു ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം വിട്ടുപോയിട്ടുള്ളതാണ് പാർഷ്യൽ ഒമിഷൻ. ഇത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് കണ്ടെത്താനും നമുക്ക് സഹായിക്കും. ഇനി അടുത്തതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പൂർണ്ണമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, തിയറി ബേസ്ഡുള്ള ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അസംഷൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഇത് ഇപ്പോൾ നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയ സമയത്ത് തന്നെ പല ആളുകളും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ മെഷീനറി അക്കൗണ്ട് അപ്പിയർ ടു ക്യാഷ് എന്നാണ്, അതിന് പകരം പലരും പർച്ചേസ് അക്കൗണ്ട് അപ്പിയർ ടു ക്യാഷ് എന്ന് എഴുതിയിരുന്നു. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഗുഡ്സ് വാങ്ങിക്കുമ്പോഴാണ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതേപോലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ട്രയൽ ബാലൻസിനെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് വരുന്നത്, ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പണിക്കൂലി വരുന്ന അതിന് വേജസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ശരിക്കും ആ ബിൽഡിംഗ് എന്നാൽ അസറ്റിൻ്റെ ഭാഗമാണ്, അതിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിന് പകരം നമ്മുടെ സ്ഥാപനത്തിലെ വേജിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്താകും, അത് തെറ്റായിട്ട് മാറും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വേജസ് കൊടുത്തത് ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ഇതിലേക്ക് ഡെബിറ്റ് ചെയ്തു, വേജസിലേക്ക് ഡെബിറ്റ് ചെയ്തു. അതേപോലെ ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ്, നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. ഇതേപോലെ മറ്റൊന്നാണ്, ഇപ്പോൾ നമ്മളൊരു മെഷീനറി സ്ഥാപനത്തിൽ വാങ്ങി ഫിറ്റ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും ആ മെഷീനറി അക്കൗണ്ടിലാണ്, അസറ്റിൻ്റെ ഭാഗമാണ്. അതേസമയം നമ്മൾ നിലവിൽ ഉള്ള ഒരു മെഷീനറിക്ക് എല്ലാ വർഷത്തിലും വരുന്ന റിപ്പയറുകൾ ഉണ്ടാവും, അത് ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. മെഷീനറിക്ക് റിപ്പയറുകൾ, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മെഷീനറിക്ക് എന്തെങ്കിലും റിപ്പയേഴ്സ് ഉണ്ടെങ്കിൽ അതെന്തായിട്ടാണ് കണക്കാക്കേണ്ടത്, എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് എന്താണ്, റിപ്പയേഴ്സ് അക്കൗണ്ട് അപ്പിയർ ടു ക്യാഷ് എന്നാണ് എഴുതുക. അതിന് പകരം വരെയുള്ളത് അത് മെഷീനറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്താൽ മെഷീനറി അക്കൗണ്ട് അപ്പിയർ ടു ക്യാഷ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതും എന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെതിരെയാണ്. ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള വേജസ്, അത് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. അതേസമയം പിന്നെ തെറ്റിക്കുന്ന ചോദിക്കുന്നത് എന്താണ്, മെഷീനറിക്കുള്ള റിപ്പയേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്, റിപ്പയേഴ്സ് അല്ലാതെ മെഷീനറിയുടെ ഭാഗമല്ല. മറ്റൊന്ന്, പിന്നെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പഴയ ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയ ഉടനെ അത് റണ്ണിങ് കണ്ടീഷനിലാക്കാൻ വേണ്ടി നടത്തുന്ന റിപ്പയറുകൾ മെഷീനറിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പഴയ ഓൾഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയ ഉടനെ അത് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന റിപ്പയറിങ്ങുകൾ എന്തിൻ്റെ ഭാഗം തന്നെയാണ്, മെഷീനറിയുടെ ഭാഗം തന്നെയാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഷീനറിയുടെ റിപ്പയേഴ്സാണ് ഇതിൽ വരുന്നത്, റിപ്പയേഴ്സിൽ വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് ഓർത്തു വെക്കണം. അപ്പോൾ അതാണ് പിന്നെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അതായത് ഒരു എറർ സംഭവിച്ചിട്ടുള്ളത് മറ്റൊരു എറർ കൊണ്ട് അത് അതിൻ്റെ ഇഫക്റ്റ് ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ നമുക്ക്
പർച്ചേസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ ചെയ്ത സമയത്ത് ഒരു 10,000 രൂപ കൂടി എഴുതി. പർച്ചേസ് അക്കൗണ്ടിൽ പിന്നെ ടോട്ടൽ ചെയ്ത സമയത്ത് 10,000 കൂടി. അപ്പോൾ എന്താവും അക്കൗണ്ട്സിൽ 10,000 ഡെബിറ്റ് എമൗണ്ട് കൂടി. പർച്ചേസിൻ്റെ എക്സ്പെൻസാണ്, അതിൻ്റെ ടോട്ടൽ ഡെബിറ്റാണ് വരിക. അപ്പോൾ ഒരു അധികം ഓവർകാസ്റ്റ്, ഇങ്ങനെ അധികം ഇതിനെ പറയുകയാണെങ്കിൽ ഓവർകാസ്റ്റ് ചെയ്യാന്ന് പറയും. ഒരു സംഖ്യ നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് കൂടുതലായി എഴുതാൻ ഓവർകാസ്റ്റ് ചെയ്യുന്ന പറയും, കുറച്ച് എഴുതാൻ എന്ത് പറയും, അണ്ടർകാസ്റ്റ് എന്ന് പറയും കേട്ടോ. ഓവർകാസ്റ്റും അണ്ടർകാസ്റ്റും കൂടുതലാക്കി ഉള്ളതിനേക്കാൾ കൂടുതലാക്കി എഴുതുന്നതാണ് ഓവർകാസ്റ്റ്, നിലവിലുള്ളതിനേക്കാൾ കുറവാക്കി എഴുതുന്നതാണ്, കുറച്ച് എഴുതുന്നതാണ് എന്ത്, അണ്ടർകാസ്റ്റ്. ഇപ്പോൾ ഒരു പർച്ചേസ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ കൂടി എഴുതി. അപ്പോൾ ഒരു 10,000 രൂപ എന്ത് വന്നു, അധികം ഡെബിറ്റ് വന്നു. ഇനി മറ്റൊന്ന്, അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കുറക്കുകയാണ്. ചിലപ്പോൾ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. അതും കൂട്ടി എഴുതി 10,000 രൂപ. അപ്പോൾ അവിടെ ക്രെഡിറ്റാണ് വരിക. അപ്പോൾ ഒരിടത്ത് 10,000 ഡെബിറ്റും കൂടി, ഒരിടത്ത് 10,000 ക്രെഡിറ്റും കൂടി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അക്കൗണ്ട്സിനെ അത്, ബാലൻസ് ഷീറ്റിൻ്റെ എഗ്രിമെൻറ്റിനെ അത് ബാധിക്കില്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, ഒരു തെറ്റ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള അധിക ഡെബിറ്റോ ക്രെഡിറ്റോ മറ്റൊരു തെറ്റിലുള്ള അധിക ഡെബിറ്റോ ക്രെഡിറ്റോ കൊണ്ട് ഇല്ലാതായി പോവുക. അതാണ് എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ് എന്ത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. പക്ഷേ ഇത് തെറ്റ് തന്നെയാണ്. ഈ രണ്ട് തെറ്റും കണ്ടെത്തി തിരുത്തിയാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കുള്ള പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഭാഗമാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സാണ്, തെറ്റുകൾ തിരുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള തെറ്റുകൾ കണ്ടു. ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം, അത് തിരുത്തണം. ഡിസഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ, വളരെ വ്യക്തമായ സൂചനയാണിത്. ദർ ആർ എറേഴ്സ് ഇൻ അക്കൗണ്ടിങ് പ്രൊസീജിയർ, അക്കൗണ്ടിങ് തെറ്റുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇങ്ങനെ എററുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്ടിഫൈ ചെയ്തിരിക്കണം. ഇനി ഈ റെക്ടിഫിക്കേഷൻ്റെ കാഴ്ചപ്പാട്, ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് റെക്ടിഫിക്കേഷൻ എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറീസ്. നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എററുകളെ നമുക്ക് എന്ത് ചെയ്യാം, 2 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്, എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിനെ എഗ്രിമെൻറ്റിനെ, അതായത് ട്രയൽ ബാലൻസിലൂടെ കണ്ടെത്താൻ പറ്റാത്ത, തുല്യതയെ ബാധിക്കാത്ത രീതിയിലുള്ള തെറ്റുകൾ, അതിന് പറയും 2 സൈഡ് എറേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ 1 സൈഡ് എറർ ഉണ്ടാവും, ഏതെങ്കിലും ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒരിടത്ത് വന്ന എററാണ്. അപ്പോൾ അതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കും. അതിന് നമ്മൾ 1 സൈഡ് എറർ എന്ന് പറയും. ഒന്ന് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കാത്തതും മറ്റൊന്ന് എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നതും. 2 സൈഡ് എറർ ആണെങ്കിൽ ട്രാൻസാക്ഷൻ വിട്ടു പോകുക. അതേപോലെ 2 സൈഡ് എറേഴ്സ് ആണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ നോട്ട് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ട് എഴുതാൻ വിട്ടുപോയി. അപ്പം ഡെബിറ്റും എഴുതിയിട്ടില്ല, ക്രെഡിറ്റും എഴുതിയിട്ടില്ല. ഇനി അടുത്ത് പറയുന്നത് എൻറ്ററിങ് എ റോങ് എമൗണ്ട് ഇൻ ദി ജേണൽ, നമ്മൾ 5,000 രൂപ ക്യാഷ് കിട്ടിയത് 500 രൂപ എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും 500 തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 4,500 കൂടെ ജേണൽ എൻട്രി എഴുതിയാൽ മതി. 5,000 പകരം നമ്മൾ 500 എഴുതിയിട്ടുള്ളൂ, 4,500 കൂടെ എഴുതണം. അപ്പോൾ ഒരു ജേണൽ എൻട്രി കൂടെ എഴുതിയാൽ മതി 4,500. അപ്പോൾ ഇതേപോലെ ഇതും ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റ് ബാധിക്കുന്നതല്ല. മറ്റൊന്ന് പോസ്റ്റിംഗ് ഓഫ് ആൻ എമൗണ്ട് ഇൻ ദി റോങ് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് വരെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, മെഷീനറി വാങ്ങിയപ്പോൾ മെഷീനറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തതിന് പകരം ഇതിലേക്ക് കൊണ്ട് ഡെബിറ്റ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് കറക്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റ് ബാധിക്കില്ല. ഇത് എറേഴ്സ് ഓഫ് നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളായിരുന്നു. അതുപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഒരു എറർ മറ്റു എറർ കൊണ്ടില്ലാതെ 2 എററും തിരുത്താണെങ്കിൽ ജേണൽ എൻട്രി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള എററുകളാണ് 2 സൈഡ് എറേഴ്സ്, 2 ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ബാധിക്കുന്ന എററുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ജേണൽ എൻട്രി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റും. ഇനി 1 സൈഡ് എറേഴ്സ് ഉണ്ട്, അതെന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നതാണ്. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ട് എന്നുള്ളത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലെഡ്ജർ അക്കൗണ്ടൊക്കെ ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അക്കൗണ്ടിൽ തന്നെ പോയിട്ട് തിരുത്താൻ പറ്റും. ഇനി അതല്ല, പലപ്പോഴും ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കിയതിൻ്റെ ശേഷമാണ് എങ്കിൽ നമ്മളിത്
പിന്നെ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്, ഈ തെറ്റുകൾ തിരുത്തുന്നത്. പിന്നെ ട്രയൽ ബാലൻസ് ടാലി ആവുന്ന നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ട്രയൽ ബാലൻസിന് രണ്ട് സൈഡും തുല്യമാവുന്നില്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആ ഡിഫറൻസ് നമ്മൾ ഇതിലേക്ക് എഴുതി വെക്കും. ഒരു സസ്പെൻസ് അക്കൗണ്ട്, നമുക്ക് ഒരു ഡൗട്ടുള്ള സംശയമുള്ളൊരു അക്കൗണ്ടിലേക്ക് ആ സംഖ്യ മാറ്റി വെക്കും. എന്നിട്ട് ഈ ഓരോ തെറ്റുകളും കണ്ടെത്തി അതിലേക്ക് രേഖപ്പെടുത്തി അവസാനം ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയുള്ള എമൗണ്ട് 0 ആയിട്ട് മാറും. ഇങ്ങനെ വൺ സൈഡ് എറർ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ ജേണലിലോ ലെഡ്ജറിലോ എവിടെയാണ് തെറ്റുള്ളത് അവിടെ നമുക്ക് ആ എമൗണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ട്രയൽ ബാലൻസിനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ടിൻ്റെ ബാധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാകും, ഓപ്പോസിറ്റ് വരുന്ന അക്കൗണ്ട് അഞ്ഞ് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആയാലും ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തും സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജേണൽ എൻട്രി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഫൈനൽ അക്കൗണ്ടൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പാണ് കണ്ടെത്തിയതെങ്കിൽ നമ്മളത് ചെയ്യും, അക്കൗണ്ട് തന്നെ പോയിട്ട് നമുക്കത് ഒറ്റ രീതിയിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അത് വെട്ടുന്ന സമയത്ത് പിന്നെ കുത്തി വരച്ച് മായ്ക്കാൻ പാടില്ല, ഒരൊറ്റ വര വരച്ച് കട്ട് ചെയ്തിടും. എന്നിട്ട് പിന്നെ കറക്റ്റ് ചെയ്തതിന് ശേഷം താഴെ ഒരു എക്സ്പ്ലനേറ്ററി, ഒരു വിശദീകരിക്കുന്ന ഒരു നോട്ടും അതിൻ്റെ കൂടെ കൊടുക്കുന്ന രീതിയാണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വൺ സൈഡ് എറേഴ്സിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ജേണൽ എൻട്രി എന്തിൻ്റെ സഹായത്തോടു കൂടി, സസ്പെൻസ് അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ജേണൽ എൻട്രി എഴുതും. അതല്ലെങ്കിൽ ആ അക്കൗണ്ട് തന്നെ പോയിട്ട് ആവശ്യമായുള്ള സംഖ്യ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ വൺ സൈഡ് എറേഴ്സ് തയ്യാറാക്കാറുണ്ട്, തെറ്റ് വരുത്താറുണ്ട്. വൺ സൈഡ് എററിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒമിഷൻ ഓഫ് പോസ്റ്റ് ആൻഡ് എമൗണ്ട് ഇൻ ടു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ മറന്നു. ദെൻ ഒമിഷൻ ടു പോസ്റ്റ് ആൻഡ് എമൗണ്ട് ഇൻ ദി ട്രയൽ ബാലൻസ് ഫ്രം ദി ലെഡ്ജർ. നമ്മൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതും, ഏതെങ്കിലും അക്കൗണ്ട് എടുത്തെഴുതാൻ വിട്ടുപോയി. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റിംഗ് ആൻഡ് എമൗണ്ട് ഇൻ ദി റോങ് സൈഡ് ഓഫ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ഇതിന് വരെ എമൗണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എഴുതി, ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതി. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റിംഗ് റോങ് എമൗണ്ട്, നമ്മൾ തെറ്റാക്കിയിട്ട് എഴുതി. 5000 രൂപ സാലറി കൊടുത്തത് സാലറി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ എത്ര എഴുതിയുള്ളൂ, 500 രൂപ എഴുതിയിട്ടുള്ളൂ. ദെൻ റോങ് ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്. നമ്മൾ ഒരു അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി. ഇപ്പോഴും നമുക്ക് എന്ത് ബാധിക്കുള്ളൂ, ഒരു അക്കൗണ്ടിന് മാത്രമാണ് ഇത് ബാധിക്കുന്നത്. ദെൻ പോസ്റ്റിംഗ് സെയിം എമൗണ്ട് ട്വൈസ് ഇൻ ടു ആൻ അക്കൗണ്ട്. നമ്മൾ ജേണൽ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഐറ്റം 2 തവണ എഴുതി, അതുകൊണ്ട് അക്കൗണ്ടിലെ സംഖ്യ കൂടും. മറ്റൊന്ന് എൻ്ററിങ് ദി ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ട് റോങ്ലി ഇൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ തെറ്റായിട്ട് എമൗണ്ട് രേഖപ്പെടുത്തി. ദെൻ എറർ ഇൻ ടോട്ടലിങ് ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റ് സംഭവിക്കുക. ഇങ്ങനെയൊക്കെയാണ് വൺ സൈഡ് എറേഴ്സ് വരുന്നത്. ഇത് ട്രയൽ ബാലൻസിൻ്റെ അഗ്രിമെൻറ്റിനെ ബാധിക്കും. ഇത് ഒന്നുകിൽ നമുക്ക് അക്കൗണ്ടിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് തെറ്റുകൾ തിരുത്തുന്നത്. ഇത് നമുക്ക് ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടുതൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് സസ്പെൻസ് അക്കൗണ്ടും അതിൻ്റെ ഉപയോഗങ്ങളുമാണ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ എല്ലാ തെറ്റുകളും കണ്ടെത്തി തിരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇല്ലാതായി പോവുകയും ചെയ്യും. ഇതിന് പ്രധാനമായിട്ടും 3 ഉപയോഗങ്ങളാണ് വരുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഈവൻ വെൻ ട്രയൽ ബാലൻസ് ഷോസ് ഡിസഗ്രിമെൻറ്റ്. ട്രയൽ ബാലൻസ് ടാലി ചെയ്യുന്നില്ല എങ്കിലും നമുക്കെന്ത് തയ്യാറാക്കാൻ പറ്റും, ആ പറഞ്ഞ ഡേറ്റിലേക്ക് നമുക്ക് ഫൈനൽ അക്കൗണ്ട്. ചില സമയത്ത് നമ്മൾ എത്ര പ്രയാസപ്പെട്ട് പരിശോധിച്ച് കഴിഞ്ഞാലും തെറ്റുകൾ കണ്ടെത്താൻ പറ്റില്ല. നമുക്കൊരു നിശ്ചിത ജനറൽ ബോഡി യോഗമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, അതിന് മുമ്പ് നമുക്ക് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എമൗണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ താൽക്കാലികമായിട്ട് എമൗണ്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തി വെക്കും. ഈ സസ്പെൻസ് അക്കൗണ്ട് അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് വരും, പക്ഷേ ഇത് അടുത്ത വർഷത്തിൽ അത് റെക്ടിഫൈ ചെയ്ത് തിരുത്തുകയും ചെയ്യും. ഇനി രണ്ടാമത് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഫോർ റെക്ടിഫൈങ് എറേഴ്സ് ബൈ പാസിങ് എൻട്രീസ് ത്രൂ ഇറ്റ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സസ്പെൻസ് അക്കൗണ്ടിലൂടെ എന്ത് ചെയ്യാറുണ്ട്, എൻട്രി നമ്മൾ റെക്ടിഫൈ ചെയ്യാറുണ്ട്. ഇനി പിന്നെ നേരത്തെ ഒന്നാമത് പറഞ്ഞ പോയിൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയാണ് മൂന്നാമത്തെ പോയിൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ഫോർ അവോയ്ഡിങ് ദി ഡിലേ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായിട്ട് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കണമെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഇതിലേക്ക് മാറ്റേണ്ടി വരും, ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനും നമ്മുടെ സസ്പെൻസ് അക്കൗണ്ട് സഹായിക്കുന്നുണ്ട്.